ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CBCIയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം. പ്രധാനമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്ന് തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹന്നോൻ മാർ മിലുത്തിയോസ്. സവർക്കറുടെയും വിചാരധാരയുടെയും ലക്ഷ്യം സാർത്ഥകമാക്കാനാണ് BJP ശ്രമമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. അദ്ദേഹം ജർമ്മനിയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ക്രൈസ്തവ പീഡയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും പറയുമ്പോൾ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പ് ആണ്. രണ്ട് ശൈലിയിലുള്ള പദ്ധതിയാണ്. ഒന്ന്, ക്രൈസ്തവ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് ഉപഹാരങ്ങൾ നൽകി ഒക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുക. അതേ പാർട്ടിയുടെ പ്രാദേശിക ഘടകമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അത് വലിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മെത്രാപ്പൊലീത്തയുടെ നിലപാടിനെ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തള്ളുകയാണ്. ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അതിനെ വിവാദമാക്കേണ്ടെന്നും തൃശൂർ മെത്രാപ്പൊലീത്തയുടെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ നിലപാടിൽ വിവാദങ്ങൾ വേണ്ട എന്നാണ് CBCI നിലപാട്. പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചതെന്നും CBCI വ്യക്തമാക്കി. തരത്തില് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ കാത്തലിക് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇൻവൈറ്റ് ചെയ്തതും അദ്ദേഹം ക്ഷണം സദയം സ്വീകരിച്ച് ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യവും CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന്, അവിടെ ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇക്കാര്യത്തിൽ CBCI അവരുടെ നിലപാട് ആവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം പങ്കെടുത്തത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലല്ല എന്ന് വിശദീകരിക്കുന്നു. മറ്റു സംഭവങ്ങളിൽ എന്താണോ കത്തോലിക്ക സഭയുടെ നിലപാട് അത് പ്രധാനമന്ത്രിയെ ആൻഡ്രൂസ് താഴത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നും CBCI വിശദീകരിക്കുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഇതിനപ്പുറം കൂടുതൽ എന്തെങ്കിലും പ്രതികരണത്തിന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇനി തയ്യാറായേക്കില്ല എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് CBCI ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്രിസ്മസ് ദിനാഘോഷ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിലാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം സന്ദേശവും പങ്കുവച്ചു. അതിൽ സഭയ്ക്ക് സന്തുഷ്ടിയുണ്ട്. അത് മറ്റ് വിഷയങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് CBCIയുടെ ഈ ഘട്ടത്തിലുള്ള നിലപാട്. രാജ്യത്തെ വിവിധയിടങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളുമായോ കേരളത്തിൽ പുൽക്കൂട് നശിപ്പിച്ചതുമായോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതില്ല. രണ്ടും രണ്ട് സംഭവങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം ഈ സഭാ വിശ്വാസികൾക്ക് മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. ഈ ആര് പുൽക്കൂട് നശിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത പറയുന്നില്ല. അവിടെ മുൻപും പുൽക്കൂട് നശിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് രാഷ്ട്രീയമില്ല. അധികാരത്തെ എന്നാൽ എന്നും അംഗീകരിക്കുന്നുണ്ട് സഭ. അതേസമയം അധികാരത്തിൻ്റെ ഭാഗത്തു നിന്നും അനീതി ഉണ്ടായാൽ അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യും. അധികാരികളുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിനോ ഭരണഘടനയ്ക്കോ എതിരായി സത്യത്തിനും നീതിക്കും നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ആ ഘട്ടത്തിൽ സഭ ശക്തമായി രംഗത്ത് വരും എന്നുമാണ് CBCI ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിൽ നടന്ന അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ പരിഹാരം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് എന്നുമാണ് CBCI ഈ വിഷയത്തിൽ വിശദീകരണം നൽകുന്നത്. കൂടുതൽ വിവാദങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് CBCIയുടെ നിലപാട്. വിജയകുമാർ.
യെസ്, കൂടുതൽ വിവാദങ്ങളിലേക്ക് ഈ കൂടിക്കാഴ്ചയും സന്ദർശനവും മാറ്റാൻ CBCIക്ക് താല്പര്യമില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വാർത്താ സമ്മേളനം കോട്ടയത്ത് നടന്നത്, ദേവലോക അരമനയിൽ നടന്നത്. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണോ? തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം, അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അത്തരമൊരു നിലപാടില്ല എന്നാണോ അദ്ദേഹം വിശദീകരിക്കുന്നത്? എസ് വിജയകുമാർ, തീർച്ചയായിട്ടും ഒരു കടുപ്പിച്ച നിലപാട്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ BJPയെയും ഒന്നും ഒരു പടി കൂടി കടന്ന് കടുപ്പിച്ച ഒരു വിമർശനത്തിലേക്ക് തൃശ്ശൂർ ഭദ്രാസനാധിപൻ പോയതുപോലെ പോകുന്നില്ല സഭാ നേതൃത്വം. ഒപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, കത്തോലിക്ക ബാവയും അതുപോലെ തന്നെ സഭാ സമിതികളും ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ് സഭയുടെ നിലപാട് എന്ന പേരിൽ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഭദ്രാസനാധിപൻ നടത്തിയ പ്രതികരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതൃത്വത്തെയോ വിമർശിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് തന്നെയാണ് സഭാ നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓർത്തഡോക്സ് സഭയുമായി വളരെ അടുത്ത ബന്ധം BJP നേതൃത്വമൊക്കെ പുലർത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാരുമായും വലിയ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ വിമർശനങ്ങളിലേക്ക് ഓർത്തഡോക്സ് സഭ പോകില്ല എന്ന് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ വന്ന പ്രതികരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായ പ്രതികരണങ്ങളാണ് എന്ന് സഭാ നേതൃത്വവും വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് സഭയുടെ നിലപാടല്ല. സഭാ അധ്യക്ഷനും സഭാ സമിതികളും പറയുന്നതാണ് ഔദ്യോഗിക നിലപാടെന്നാണ് സഭാ നേതൃത്വം ഇപ്പോൾ വിശദീകരിച്ചത്. ടോബി ജോൺസണാണ് കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നല്ലേപ്പള്ളിയിൽ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം VHP പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയതിലും തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് തകർത്തതിലും പ്രതിഷേധം ശക്തമാണ്. പുൽക്കൂട് തകർത്തത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് സിറോ മലബാർ സഭയുടെ പ്രതികരണം. ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്തു നിർത്താൻ ശ്രമം നടത്തുന്നതിനിടെയുള്ള ക്രിസ്മസ് അലങ്കോലമാക്കൽ BJPയെയും വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്മസ് കാലത്ത് സഭാ ആസ്ഥാനങ്ങളിലും ക്രൈസ്തവ വീടുകളിലും സ്നേഹ സന്ദേശവുമായി BJP നേതാക്കൾ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് പാലക്കാട്ടെ അക്രമ സംഭവങ്ങൾ. അക്രമത്തിലെ VHP പങ്ക് ചൂണ്ടിക്കാട്ടി CPMഉം കോൺഗ്രസും പരസ്യ പ്രതിഷേധവുമായി എത്തിയതോടെ BJP പ്രതിരോധത്തിലാണ്. ഡൽഹിയിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കൊപ്പം പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ദിവസം അക്രമങ്ങളെ അപലപിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിരുന്നു BJP നേതാക്കളുടെ ശ്രമം. ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയതിനെ VHP ന്യായീകരിച്ചതും നേതൃത്വത്തെ വെട്ടിലാക്കി. പുൽക്കൂട് തകർക്കൽ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ശക്തമായ നടപടി വേണമെന്നും ക്രൈസ്തവ സഭകൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെതിരായി നടക്കുന്ന ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. അതിനെ അപലപിക്കുന്നു. തീർച്ചയായും നിയമപാലകർ അപ്രകാരം ചെയ്ത വ്യക്തികൾക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നല്ലേപ്പിള്ളി തത്തമംഗലം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ DYFI ജില്ലയിലുടനീളം സൗഹൃദ കാരൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ സ്കൂളിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ BJPയും ഇന്ന് പ്രതിഷേധം നടത്തും. രണ്ടിടത്തെ അക്രമ സംഭവങ്ങളിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 24 പാലക്കാട്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഫെബ്രുവരിയിൽ ഉണ്ടാകും. ജനുവരി 4-ന് കമ്മീഷൻ മുനമ്പത്ത് സന്ദർശനം നടത്തും. മുനമ്പം സമരസമിതി നേതാക്കൾ കമ്മീഷനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ജനുവരി 4-ാം തീയതിയാണ് മുനമ്പം കമ്മീഷന്റെ ഹിയറിംഗ് ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ആംബ്രോസ് പുത്തംവീട്ടിലും സമരസമിതി നേതാക്കളും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നേരിൽ കണ്ടത്. ക്രിസ്മസ് സന്ദേശത്തിനൊപ്പം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ കമ്മീഷനെ അറിയിച്ചു. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഡെവലപ്മെന്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കും. ഫറൂഖ് കോളേജും സർക്കാരും വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ തന്നെ സർക്കാരിന് റിപ്പോർട്ട് കൈമാറുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഒരു 10 ദിവസത്തിനകം എല്ലാ ഡോക്യുമെന്റ് എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിംഗ് കളക്ടറേറ്റിൽ വെക്കാനിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും. അഭിഭാഷകരൊക്കെ വരും. നിയമവശങ്ങളെല്ലാം ആർഗ്യ ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും
പറയുന്നു കൊടുക്കാൻ സാധിക്കും. മുനമ്പത്ത് നാളെ ക്രിസ്മസ് ആഘോഷങ്ങളില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നിരാഹാരം അനുഷ്ഠിക്കും. വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടിയുമുണ്ട്. 24 കൊച്ചി. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ വന നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ സർക്കാരിന് പിടിവാശിയില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. നിയമ ഭേദഗതിയെ ക്രൈസ്തവ സഭകൾ എതിർക്കുന്നതിനിടെ വ്യത്യസ്ത നിലപാടുമായി CSI മധ്യകേരള മഹാ ഇടവക രംഗത്തെത്തി. നിയമ ഭേദഗതിക്കെതിരെ സമരം ശക്തമാക്കാനാണ് UDF തീരുമാനം. വനനിയമ ഭേദഗതിക്കെതിരെ കേരള കോൺഗ്രസ് എമ്മും ക്രൈസ്തവ സഭകളും വലിയ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലാണ് പുനഃപരിശോധനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നത്. വാറന്റ് കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാണ് ആലോചന. 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സർക്കാരിന് പിടിവാശിയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഗവൺമെന്റിന് ഒരു പിടിവാശിയില്ല. കർഷക സമൂഹത്തിന് ഹാനികരമായ ഒന്നും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. നിയമസഭയിൽ നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദത്തെ മന്ത്രി തള്ളി. ഇതിനിടെ വനനിയമ ഭേദഗതിയെ പിന്തുണച്ച് CSI മധ്യ കേരള മഹാ ഇടവക രംഗത്തെത്തി. മറ്റ് ക്രൈസ്തവ സഭകൾ നിയമ ഭേദഗതിയെ എതിർക്കുമ്പോഴാണ് CSI സഭയുടെ വ്യത്യസ്ത നിലപാട്. മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് അവരുടെ പേരിൽ വനം കയ്യേറി വയനാട്, മൂന്നാർ മേഖലകളിലേക്ക് പോകാമെങ്കിൽ കാണുന്നത് ഇൻറ്റീരിയർ വനങ്ങളിൽ പോലും ആളുകൾ പോയി റിസോർട്ടുകൾ പണിയുന്നു. സഭ അതിനെ എതിർക്കുന്നു. നിയമ ഭേദഗതിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് UDF നീക്കം. ഈ വന നിയമത്തിനകത്തുള്ള വ്യവസ്ഥകൾ പലതും പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി മുഴുവൻ വനത്തിൽ ജീവിക്കുന്ന മലയോര കർഷകരെ തകർക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് വനത്തിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രതീതിയാണ് ഈ വനം ഭേദഗതി നിയമത്തിലുണ്ടായത്. പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ വനം ഭേദഗതി നിയമം അവതരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. 24 തിരുവനന്തപുരം. വാർത്തമഴ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അവിടെ DMO ഓഫീസിൽ ഇന്നും കസേരകളി തുടരുകയാണ്. നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനും പുതിയ DMO ആശാദേവിയും ഓഫീസിലെത്തി മണിക്കൂറുകളായി മുഖാമുഖം ഇരിക്കുകയാണ്. കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണ് എന്ന് ഡോക്ടർ ആശാദേവിയും നിയമപരമായി താനാണ് DMO എന്ന് ഡോക്ടർ രാജേന്ദ്രനും പറയുന്നു. ആരാണ് യഥാർത്ഥ DMO എന്നറിയാതെ വട്ടം ചുറ്റുകയാണ് ജീവനക്കാർ. ഭരണസ്തംഭനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട NGO അസോസിയേഷൻ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഇതൊരു നിയമ പ്രശ്നമാണോ? എന്താണ് ഇതിലൊരു പ്രശ്നം? എന്താണ് നിലനിൽക്കുന്നത്? എന്തായാലും രണ്ടുപേരും പ്രതികരിക്കുന്നില്ല. പക്ഷേ രണ്ടുപേരും രാവിലെ മുതൽ തന്നെ രണ്ടുപേരും DMOമാരാണ്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ചില സിനിമകളിൽ നമ്മൾ സമാന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതൊരു ആ ഘട്ടത്തിൽ ഇതിപ്പോഴത്തെ അത്തരം ഒരു കാഴ്ച നമ്മൾ കോഴിക്കോട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജില്ലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിക്കേണ്ട ഒരു ഓഫീസാണ്. അവിടെ 2 DMOമാർ മുഖാമുഖം ഇരിക്കുന്നു. ജീവനക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ജനങ്ങൾ വട്ടം ചുറ്റുന്നുണ്ട്. അവിടെ അവരുടെ ആവശ്യങ്ങൾ നടപ്പാകുന്നില്ല. യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പിന് ഇടപെടാൻ ഇത്ര ബുദ്ധിമുട്ടാണോ ഈ വിഷയത്തിൽ? എന്തുകൊണ്ടാണ് മുകളിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് ഇക്കാര്യത്തിൽ? വിജയകുമാർ, ആരോഗ്യവകുപ്പിന്റെ അലംഭാവം ഈ വിഷയത്തിൽ വ്യക്തമാണ്. തുടർച്ചയായ 2ാം ദിവസമാണ് അധികാരത്തർക്കം കോഴിക്കോട് DMO ഓഫീസിൽ നടക്കുന്നത്. ഇന്നലത്തേതിന് സമാനമായി ഇന്ന് രാവിലെ 9 മണിയോടെ 2 DMOമാരും നമ്മളിപ്പോൾ ഉള്ള കോഴിക്കോട് DMO ഓഫീസിലെത്തി. പക്ഷേ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കുന്നതാണ് നമ്മൾ രാവിലെ മുതൽ കണ്ട കാഴ്ച. ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഇടപെടലാണ് ഇനി ആവശ്യം. കാരണം ആ ആരോഗ്യവകുപ്പിൽ നിന്നും പുതിയ ഉത്തരവ് വരാതെ രണ്ടുപേരും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഉള്ളത്. അല്പം മുമ്പ് 2 പേരോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ രണ്ടുപേരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ രാജേന്ദ്രനുള്ളത് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവുമായാണ്. അതോടൊപ്പം തന്നെ പുതിയ DMOയായി ചുമതലയേൽക്കേണ്ട ഡോക്ടർ ആശാദേവി ഉള്ളത് സർക്കാരിന്റെ സ്ഥലംമാറ്റ ഉത്തരവുമായാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമുണ്ടെന്ന് രണ്ടുപേരും പരസ്പരം പറയുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആരോഗ്യമന്ത്രിയെ പലതവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പ്രതികരിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടക്കുന്നില്ല. അതേസമയം രണ്ടുപേരും പറയുന്നു
ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നും കൃത്യമായ പുതിയ ഉത്തരവിറങ്ങാതെ പിന്നോട്ടില്ല എന്ന് പറയുന്നു. അല്പം മുമ്പാണ് DMO ഓഫീസിന് മുന്നിൽ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന്റെ കാരണം, അതായത് ഭരണസ്തംഭനം 2 ദിവസമായി ഈ ഓഫീസിൽ അധികാര വടംവലി നടക്കുകയാണ്. 2 ദിവസമായി ഭരണസ്തംഭനമാണ് കോഴിക്കോട് DMO ഓഫീസിൽ നടക്കുന്നത്. അതിൽ സർക്കാരിന്റെ ഇടപെടൽ വേണം. കാരണം കോഴിക്കോട് ഉൾപ്പെടെ മഞ്ഞപ്പിത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ട ആളുകളാണ് ഇത്തരത്തിൽ അധികാരത്തിന്റെ പേരിൽ പരസ്പരം ചരടുവലികൾ, പരസ്പരം തർക്കമായി മുന്നോട്ട് വരുന്നത്. അതിലെല്ലാം ഇടപെടൽ വേണമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇവിടെയുള്ള ജീവനക്കാർക്കും കടുത്ത അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2ാം ദിവസമാണ് അവരുടെ മുന്നിൽ 2 പേർ തമ്മിൽ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത്, തർക്കവുമായി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതിഷേധമുണ്ട്. പക്ഷേ അവർ അത് പരസ്യമാക്കുന്നില്ല. അത് അവർ മനസ്സിലൊതുക്കിക്കൊണ്ട് അവർ ജോലി ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോഴിക്കോട് DMO ഓഫീസിലെ 2 DMOമാരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു, കോഴിക്കോട്ട് ജില്ലയിൽ പലയിടത്തും മഞ്ഞപ്പിത്തമടക്കം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് പടരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതിന് പരിഹാരം കാണേണ്ട, അവിടെ അത്തരം നടപടികൾ ഏകോപനം നടത്തേണ്ട ഓഫീസാണ് ജില്ലാ മെഡിക്കൽ ഓഫീസ്. അവിടെയാണ് 2 DMOമാർ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കുന്നത്. ആരാണ് അവിടെ ചുമതലയുള്ള DMO എന്നതിൽ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ വ്യക്തത വരുത്തുകയും ചെയ്യുന്നില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, മറ്റ് ജീവനക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുമായി തുടർച്ചയായി വിഷയത്തിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നെങ്കിലും ഒരു വിശദീകരണവും ലഭിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ് അക്കാര്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കൊല്ലം പുത്തൻതുരുത്തിലെ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. കുടിവെള്ളം എടുക്കാൻ പോയ വീട്ടമ്മ വള്ളം മറിഞ്ഞു മരിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം കനത്തത്. പ്രതിഷേധിച്ച ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം പട്ടണത്തിലേക്കുള്ള ഏക ആശ്രയം ശാസ്താംകോട്ട കുടിവെള്ളമാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് പോലും സർക്കാർ അനങ്ങിയില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഇവരുടെ സമീപനം എന്താണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഇവിടെ 25 വർഷക്കാലമായി ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ ഇവർ ഭരിക്കുകയാണ്. കോർപ്പറേഷനും അറിയാമായിരുന്നല്ലോ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്നു, അപകടമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എറണാകുളം തൃക്കാക്കരയിലെ NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരം. 14 വിദ്യാർത്ഥികളാണ് ചികിത്സയിൽ തുടരുന്നത്. ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ SFI നേതാക്കൾക്കെതിരെയും കളമശ്ശേരിയിലെ BJP കൗൺസിലർക്കെതിരെയും പോലീസ് കേസെടുത്തു. 75-ലധികം കുട്ടികൾക്കാണ് ഇന്നലെ രാത്രി NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരിൽ 14 പേരൊഴികെ എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്നലെ ക്യാമ്പിൽ വിതരണം ചെയ്ത മോരിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സംശയം. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലം പുറത്തു വന്നാലേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. ക്യാമ്പ് നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശിച്ചതിന് പിന്നാലെ കുട്ടികളെ രക്ഷിതാക്കളെത്തി വീടുകളിലേക്ക് കൊണ്ടുപോയി. 2 ദിവസം മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ വൈകുന്നേരം ഒരു പഴംപൊരി കഴിച്ചപ്പോൾ എല്ലാവരും വൊമിറ്റിങ് തുടങ്ങി. ആദ്യം ഒരു ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ അവർ സ്നാക്സ് എല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കഴിച്ച സ്നാക്സിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയപ്പം മോരിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വിവരങ്ങൾ മൂടിവെക്കാൻ NCC അധികൃതർ ശ്രമിച്ചത് പ്രശ്നം രൂക്ഷമാക്കിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് രക്ഷിതാക്കൾ സംഘടിച്ചെത്തുകയും പ്രതിഷേധം രൂക്ഷമാവുകയും ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി ക്യാമ്പിലെത്തിയ SFI പ്രവർത്തകർ അതിക്രമിച്ചു കടന്നെന്ന പരാതിയിൽ നേതാക്കൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. കളമശ്ശേരി നഗരസഭയിലെ BJP അംഗത്തിനെതിരെയും കേസുണ്ട്. ക്യാമ്പിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറും നിർദ്ദേശം നൽകി. ശ്യാംകുമാർ, 24, കൊച്ചി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യ വകുപ്പ്. അനധികൃതമായി പണം കൈപ്പറ്റിയവരിൽ നിന്ന് 18% പലിശ സഹിതം പണം തിരികെ പിടിക്കാനാണ് നിർദ്ദേശം. അനധികൃതമായി പെൻഷൻ വാങ്ങിയ 373 പേരുടെ പട്ടിക 24 ലഭിച്ചു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പും നടപടി കടുപ്പിച്ചത്. അനർഹമായി പണം വാങ്ങിയ 373 പേരുടെ പട്ടിക പുറത്തു വന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ്, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിവരാണ് പട്ടികയിലുള്ളത്.
ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ 18% പലിശ സഹിതം ജീവനക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സർക്കാർ പുറത്തുവിട്ട 1458 പേരുടെ പട്ടികയിൽ ഭൂരിഭാഗവും ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ്. കുറ്റക്കാർക്കെതിരായ നടപടി പണം തിരിച്ചുപിടിക്കലിൽ മാത്രം ഒതുക്കാതെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് താരം എത്തിയത്. ഇന്നലെ രാത്രിയാണ് അല്ലു അർജുന് തെലങ്കാന പോലീസ് നോട്ടീസ് നൽകിയത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ ചോദ്യം ചെയ്യലിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? അല്ലു അർജുൻ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഏതാണ്ട് 11:15 കൂടിയാണ് അല്ലു അർജുൻ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ചോദ്യം ചെയ്യൽ. ഈ ഘട്ടത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അല്ലു അർജുനോട് ഏറ്റവും പ്രധാനമായും ചോദിക്കുന്നത് ഇതുപോലെ ഒരു റോഡ് ഷോ നടത്താൻ അല്ലു അർജുൻ നേരത്തെ തീരുമാനിച്ചിരുന്നോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായി പോലീസ് ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ റോഡ് ഷോ ആണെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഗേറ്റിന് അവിടെ മുതൽ നിന്ന് തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് വരെ അല്ലു അർജുൻ എടുത്ത സമയം, അല്ലു അർജുൻ അടുത്തേക്ക് കൂടിയ ആളുകൾ, ഇതൊക്കെ തിരക്കുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് പ്രധാനമായും ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സ്ത്രീ മരിച്ചത് അല്ലു അർജുൻ അറിഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യം കൂടി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഇത് അപ്പോൾ അറിഞ്ഞിരുന്നില്ല, പിറ്റേന്ന് മാത്രമാണ് താൻ അറിഞ്ഞതെന്നാണ് അല്ലു അർജുൻ പറഞ്ഞത്. പക്ഷേ ഹൈദരാബാദ് പോലീസിൽ നിന്നും വ്യക്തമായി മാധ്യമങ്ങളോട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അല്ലു അർജുൻ്റെ മാനേജറെ ഈ സ്ത്രീ മരിച്ചു എന്ന് അറിയിച്ചു. എന്നാൽ ചിത്രം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അല്ലു അർജുൻ പുറത്തിറങ്ങുകയുള്ളൂ എന്ന് മാനേജർ പറഞ്ഞതായും പോലീസ് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ലു അർജുന് നേരെ ഉയരുന്നത്, ഇത്തരത്തിൽ ഒരു അല്ലു അർജുൻ അവിടെ എത്താൻ അനുമതി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ, അതിൽ താങ്കൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നേരത്തെ ലഭിച്ചിരുന്നോ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഹൈക്കോടതിയിലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചോദ്യം ചോദിച്ച് ഇതിൽ കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ നേടിയെടുക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. ഇന്ന് അല്ലു അർജുനെ എത്ര സമയം ചോദ്യം ചെയ്യും എന്നുള്ളതും നിർണായകമാണ്. നേരത്തെ ഓരോ ഘട്ടത്തിലും അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ എല്ലാ നടപടികളും ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്യൽ എത്ര സമയം നീളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിജയകുമാർ, എന്തായാലും ചോദ്യം ചെയ്യൽ അതൊരു 2-2.5 മണിക്കൂർ പിന്നിടുകയാണ്. എത്ര സമയം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് അറിയില്ല. ഒരു ചോദ്യാവലിയുടെ സഹായത്തോടെയാണ് പോലീസ് ഇപ്പോൾ വിവരശേഖരണം നടത്തുന്നത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കടുത്ത നടപടിക്ക് നിർദ്ദേശം. കേരള സിവിൽ സർവീസ് റൂൾ 15 പ്രകാരം നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാർക്ക് നിർദ്ദേശം നൽകി. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പിരിച്ചുവിടലടക്കം അല്ലെങ്കിൽ പുറത്താക്കലടക്കമുള്ള കടുത്ത നടപടികൾക്ക് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണല്ലോ വരുന്നത്. അത്രയും കടുത്ത നടപടിയിലേക്ക് പോകുമോ? വിജയകുമാർ, സംസ്ഥാനത്ത് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഉള്ളത് ആരോഗ്യ വകുപ്പിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാർക്ക് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള സിവിൽ സർവീസസ് റൂൾ 15 പ്രകാരമുള്ള നടപടിക്കാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവനക്കാരെ പുറത്താക്കുക, പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകുന്ന നിയമം കൂടിയാണ് കേരള സിവിൽ സർവീസസ് റൂൾ 15. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ DMOമാർക്ക് സ്വീകരിക്കാം. നിലവിൽ ഈ അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 373 ജീവനക്കാരുടെയും നിയമന അധികാരി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ മുഖേനയാണ് ഇവർ ജോലിക്ക് കയറിയതും. അതുകൊണ്ടാണ് അത്തരത്തിൽ നടപടിയെടുക്കാൻ DMOമാർക്ക് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആരോഗ്യ വകുപ്പിലെ പബ്ലിക് ഹെൽത്ത്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പാർട്ട് ടൈം സ്വീപ്പർ, ടൈപ്പിസ്റ്റ് അടക്കമുള്ള ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത്. ഇതിന്റെ പട്ടിക ഉൾപ്പെടെ രാവിലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് കർശനമായ നടപടിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ കുറ്റക്കാർ
പരാതിക്കാരായ ഈ ജീവനക്കാർക്ക് DMOമാർ നോട്ടീസ് അയച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. വിജയകുമാർ. യെസ്, അനധികൃതമായി ഈ തുക കൈപ്പറ്റിയവർക്ക് നോട്ടീസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സിവിൽ സർവീസസ് റൂൾ 15 പ്രകാരം നടപടിയെടുക്കാനാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DMOമാർക്ക് നിർദ്ദേശം നൽകിയത്. പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് ചിലപ്പോൾ പോയേക്കാം എന്നും സൂചനകളുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് വടകരയിൽ കാരവാനിനുള്ളിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ്. AC ഓൺ ചെയ്ത് ഉറങ്ങവേ വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം കാസർഗോഡ് സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വടകര കരിമ്പനപാലത്ത് കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ ഡ്രൈവർ മനോജ് കുമാറും കാസർഗോഡ് പറമ്പ സ്വദേശി ജോയലുമാണ് മരിച്ചത്. ഡ്രൈവർ ക്യാബിനിലെ സ്റ്റെപ്പിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മനോജിന്റെ മൃതദേഹം. പിൻഭാഗത്തെ ക്യാബിനിന്റെ 2ാമത്തെ ബർത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ജോയലിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒഴുകിയ നിലയിലായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് വടകര ഇൻസ്പെക്ടർ N. സുനിൽകുമാർ. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടിയുടെ ഭാഗമായിട്ട് പോലീസിൽ സയന്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്, ഡോഗ് സ്ക്വാഡ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ RTOയുടെ ടീമുണ്ട്. ബെൻസിൻ്റെ ടെക്നിക്കൽ ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ മരണകാരണം അറിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്കും. മനോജിന്റെയും ജോയലിന്റെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. കുറേ വാഹനങ്ങളുണ്ട്, അതിൽ മാറി മാറി പോകുന്ന ആളാണ്. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ എപ്പോഴാണ് പിന്നെ തുടരെ വിളിച്ചപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തിരിച്ച് ഓരോ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ AC അതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതാവാം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമ്മളോട് അങ്ങനെ തന്നെയാണ് സൂചന വന്നത്, അങ്ങനത്തെ ആവുമെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാണ് പറഞ്ഞത്. വാഹനത്തിന്റെ തകരാറാണോ മരണത്തിന് ഇടയാക്കിയത് എന്ന് കണ്ടെത്താൻ ഭാരത് ബെൻസ് സാങ്കേതിക വിദഗ്ധരുടെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തും. മലപ്പുറം എരമംഗലം സ്വദേശി നാസറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ വാഹനം. 24 കോഴിക്കോട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. കഴിഞ്ഞ 3 ദിവസമായി യന്ത്രസഹായമില്ലാതെ ശ്വാസമെടുക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 15-ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ADGP MR അജിത് കുമാറിനെ സർക്കാർ ആരോപണമുക്തനാക്കിയിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളിൽ കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശന നടപടിയെടുക്കുമെന്നും CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. പോലീസ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയാൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് മറുപടി പറയുമ്പോഴാണ് അജിത് കുമാറിനെ കുറ്റമുക്തനാക്കിയിട്ടില്ലെന്ന് MV ഗോവിന്ദൻ അറിയിച്ചത്. സ്ഥാനക്കയറ്റം നൽകിയത് ഭരണ നടപടി മാത്രമാണ്. ഉയർന്നുവന്ന ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾ കുറ്റക്കാരെന്ന് കണ്ടാൽ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ പ്രതിനിധികളെ അറിയിച്ചു. പോലീസിനെതിരായ മറ്റു വിമർശനങ്ങൾക്കും സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. പോലീസ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ രാഷ്ട്രീയമായി തന്നെ നേരിടും. ഭരണമൊന്നും അതിന് തടസ്സമല്ല. ഭരണമുണ്ടെന്ന് കരുതി ഒളിച്ചോടാനാവില്ലല്ലോ എന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് CPM പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ വിമർശനം. സർക്കാരിന് ചീത്തപ്പേരുണ്ടാകുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്നും വിമർശനമുയർന്നു. NN കൃഷ്ണദാസ് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രസ്താവനകൾക്കെതിരെയും വിമർശനമുയർന്നു. ഇന്നലെ ആരംഭിച്ച CPIM പാലക്കാട് ഏരിയ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും മുതിർന്ന നേതാവ് NN കൃഷ്ണദാസിനും പ്രാദേശിക നേതാവ് അബ്ദുൾ ഷുക്കൂറിനുമെതിരെ വിമർശനമുയർന്നത്. സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തികളാണ് പോലീസ് ചെയ്യുന്നതെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിനെതിരെയും വിമർശനമുയർന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കൃഷ്ണദാസ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ട്രോളി ബാഗ് വിവാദത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ചതും തിരിച്ചടിയുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടാൻ പോയതും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതും പാർട്ടിക്ക് ക്ഷീണം ചെയ്തു. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമായെന്നും വിമർശനമുയർന്നു. കൂടാതെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി നിർജീവമെന്നും അംഗങ്ങൾ പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിലും NN കൃഷ്ണദാസിനെതിരെ വിമർശനമുയർന്നിരുന്നു. 24 പാലക്കാട്.
ക്രിസ്മസിനെ വരവേറ്റ് നാടും നഗരവും. യേശുവിന്റെ തിരുപ്പിറവിയെ സ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ക്രിസ്മസ് ആഘോഷിക്കും. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ രാത്രി പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും നടക്കും. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തുന്ന വിശുദ്ധ ദിനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. വീടുകളിൽ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ദിവസങ്ങൾക്ക് മുൻപേ സ്ഥാനം പിടിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളികളിൽ രാത്രി പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും നടക്കും. തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി ആയിരക്കണക്കിന് വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുചേരും. വിവിധ ക്രൈസ്തവ സഭാ തലവന്മാർ വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകും. പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ക്ലെമീസ് കാത്തോലിക്ക ബാവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ പാതിരാ കുർബാന ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾ നടക്കും. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസ് പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 24 തിരുവനന്തപുരം. ആഗോള കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ വിശുദ്ധ കവാടം തുറക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. ഇതോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓരോ 25 വർഷം കൂടുമ്പോഴാണ് പ്രാർത്ഥനയ്ക്കും പാപമോചനത്തിനും തീർത്ഥാടനത്തിനുമായി വിശുദ്ധ ജൂബിലി വർഷമായി കത്തോലിക്ക സഭ ആചരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്, ജർമ്മനി, പോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ആസ്ട്രിയ, നോർവേ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, അർജന്റീന, കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇന്നാണ് ക്രിസ്മസ് ആഘോഷം. എക്സ്പ്ലോസീവ് നിയമത്തിലെ ചട്ടഭേദഗതി പൂരം വെടിക്കെട്ടുകളെ ബാധിക്കില്ലെന്ന BJP നേതാക്കളുടെ വാദം പൊളിയുന്നു. ഉത്സവങ്ങളുടെ വെടിക്കെട്ടുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവിൽ ദേവസ്വങ്ങൾക്ക് ആശങ്ക. തിരുവമ്പാടി, പാറമേക്കാവ് വേലകൾക്കുള്ള വെടിക്കെട്ടിന് അനുമതിയിലും അനിശ്ചിതത്വം തുടരുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ഒക്ടോബർ 11 വന്ന ഉത്തരവിൽ മാറ്റം വരുത്താത്തതാണ് വെടിക്കെട്ട് മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ജനുവരി 3 നടക്കുന്ന പാറമേക്കാവ് വേലയുടെ ഭാഗമായും ജനുവരി 5 നടക്കുന്ന തിരുവമ്പാടി വേലയുടെ വെടിക്കെട്ടിനും അനുമതി നൽകിയിട്ടില്ല. കേന്ദ്ര ഉത്തരവ് നിലനിൽക്കുന്നതിനാലാണ് അപേക്ഷ നൽകി 1 മാസമായിട്ടും ജില്ലാ കളക്ടർ അനുമതി നൽകാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. 1 മാസം മുന്നെയാണ് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഫയർഫോഴ്സിനും അതേപോലെ ദേവസ്വത്തിനും പോലീസിനും നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡിനും എല്ലാം നമ്മൾ കത്ത് കൊടുത്തത്. ആ കത്ത് ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെ ADMൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു രേഖകളും അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് എത്തിയതിനു ശേഷം ഞങ്ങൾ അതിൻ്റെ തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി പല വെടിക്കെട്ടുകൾക്കും അനുമതി നിഷേധിച്ചതായാണ് പൂരപ്രേമികളുടെ ആരോപണം. പാലക്കാട് കൊന്നഞ്ചേരി പള്ളിയറക്കാവിൽ ഡിസംബർ 25 നടക്കേണ്ട വെടിക്കെട്ടിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നിഷേധിച്ചു. 26 മഞ്ഞപ്ര ക്ഷേത്രത്തിൽ ആറാട്ടിന്റെ ഭാഗമായി നടക്കേണ്ട വെടിക്കെട്ടിനും അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. തുടർന്ന് കോടതിയെ സമീപിച്ചെങ്കിലും തീരുമാനമായിട്ടില്ല. ജനുവരി 4 മുതൽ 7 വരെ നടക്കുന്ന ചിറ്റാറ്റുകര തിരുനാളിന്റെ ഭാഗമായ വെടിക്കെട്ടിന് വേണ്ടിയും സംഘാടകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്നാണിത്. പലരും നേരത്തെ അപേക്ഷ നൽകിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. 24 തൃശൂർ. മലപ്പുറം വാഴക്കാട് 1/2 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ 2 പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. അറസ്റ്റിലായ മുഹമ്മദ് ഷബീബിനെ പോലീസ് ചോദ്യം ചെയ്തു. മുഹമ്മദ് ഷബീബിന്റെ നിർദ്ദേശപ്രകാരം MDMA എത്തിച്ച അബു താഹിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 നടിമാർക്ക് വേണ്ടിയാണ് MDMA കൊണ്ടുവന്നത് എന്നാണ് മുഹമ്മദ് ഷബീബിന്റെ മൊഴി. വിപിൻ C. വിജയൻ വിവരങ്ങൾ നൽകും. മലപ്പുറത്ത് നിന്ന് വിപിൻ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ ഒരു ശൃംഖലയിലെ പ്രധാനപ്പെട്ട കണ്ണികൾ തന്നെയാണ് പിടിയിലായ 2 പേരും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ഇപ്പോഴല്ലേ?
അതെ വിജയകുമാർ, ഇപ്പോൾ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിലുള്ളതാണ് മുഹമ്മദ് ഹബീബ്. ഹബീബിനെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴക്കാട് പോലീസും ഡാൻസാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പിടികൂടിയത്. ഈ കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തിയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് പിടികൂടിയത്. അപ്പോൾ 510 ഗ്രാം, ഏകദേശം 1/2 കിലോയിലധികം MDMA കയ്യിലുണ്ടായിരുന്നു. ഈ MDMA 2 നടിമാർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മൊഴിയുള്ളത്. എന്നാൽ ഇത് നടിമാരാരാണ് ഇവിടെ എത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് ഹബീബിന് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരാൾ ഉണ്ടായിരുന്നു. ആ ഇടയിലുള്ള ആൾക്ക് വേണ്ടിയാണ് MDMA എത്തിക്കുക, അദ്ദേഹത്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയൊക്കെ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ 2 നടിമാർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള മൊഴി ഇപ്പോൾ SP-യും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളത് വ്യക്തമാവുകയാണ്. ഒപ്പം തന്നെ ഇത് ഒമാനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 500 ഗ്രാമിലധികം MDMA പാൽപ്പൊടിയിൽ ആണ് ഇങ്ങോട്ടേക്ക് കടത്തിയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്നലെ എത്തിക്കുന്നു. അത് ഉടൻ തന്നെ അബൂ താഹിർ ഹബീബിന് കൈമാറുന്നു. ഹബീബ് നേരെ ഈ റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ പോയി കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഏറെ നേരം കാത്തുനിന്നു. അതിന്റെ ഇടയിലാണ് പോലീസിന് രഹസ്യവിവരം ലഭിക്കുകയും അങ്ങനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറിലായിരുന്നു MDMA കടത്താനുള്ള ശ്രമമുണ്ടായത്. ഈ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന ഈ കാറിലായിരുന്നു MDMA ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പോലീസ് കാറും ഹബീബിനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൂടുതൽ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലടക്കം ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. IB ഉദ്യോഗസ്ഥരുണ്ട്, അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ആ വഴിക്ക് കൂടി നടക്കുമെന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. വിജയകുമാർ. യെസ്, വളരെ വിപുലമായ അന്വേഷണം വേണ്ട ഒരു കേസ് എന്ന നിലയിൽ തന്നെയാണ് പോലീസ് അതിനെ കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിപിൻ C. വിജയനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇന്ന് 11 മണിക്ക് ഹാജരാകാനായിരുന്നു ക്രൈംബ്രാഞ്ച് നിർദ്ദേശം. ഇതോടെ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങി. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹദ്, ഈ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെയാണ് നമുക്കിപ്പോൾ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളേവരും ഈ സമയം അത്രയും ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് 11 മണിയോട് കൂടിയിട്ടായിരുന്നു ഷുഹൈബിനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷുഹൈബിന്റെ ഫോണ് ഈ സംഭവം അല്ലെങ്കിൽ ഈ ആരോപണം ഉയർന്ന ഘട്ടം മുതൽ ഓഫാണ്. എങ്കിൽ പോലും ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 11 മണിക്ക് ഹാജരാകാൻ പറഞ്ഞെങ്കിലും ഷുഹൈബ് ഈ സമയം വരെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ MS സൊല്യൂഷനിലെ മറ്റ് അധ്യാപകരോടും ഇന്ന് ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അധ്യാപകർ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഹാജരാകാമെന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മറ്റന്നാളെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാവുകയും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാതിരിക്കുവാൻ വേണ്ടി ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു കോടതിയിൽ. എന്നാൽ ഈ കേസ് ഈ മാസം 26-ലേക്ക് മാറ്റി എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്നുള്ളത്. എന്നാൽ ഈ MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകൾ മറ്റൊരു വഴിക്ക് പരിശോധന നടത്തുന്നുണ്ട്. 2 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളാണ് ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ചോദ്യപേപ്പർ ചോർന്നതിൽ സാമ്പത്തിക ഇടപാട് നടന്നോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടക്കുന്നത്. ഷുഹൈബിന്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. എന്നാൽ ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ MS സൊല്യൂഷനിൽ റെയ്ഡ് നടത്തിയ ഘട്ടത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ്. അപ്പോൾ ഇതിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കരുതുന്നത്. ശരി ഷഹദ്, എന്തായാലും ഷുഹൈബ് ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെയാണ് അടുത്ത നീക്കം. പോലീസ് ക്രൈംബ്രാഞ്ച് അതിന് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. 24 ബിഗ് ബ്രേക്ക്. ഇന്ത്യയിലെ സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിനെ അറസ്റ്റ് ചെയ്ത് കൊച്ചി സൈബർ പോലീസ്. കൊൽക്കത്ത സ്വദേശി രംഗൻ ബിശ്വയാണ് പിടിയിലായത്. വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത്? കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
വിജയകുമാർ, കേരളത്തിലെ സൈബർ പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് പോലീസ് സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പ് രംഗത്തെ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിനെയാണ് കൊച്ചി സൈബർ പോലീസ് കൊൽക്കത്തയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാഴക്കാല സ്വദേശിയായ മധ്യവയസ്കയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് 1 മാസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. സൈബർ പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തേടിക്കൊണ്ടിരുന്ന ഒരു വലിയ മീനെ തന്നെ പിടികൂടിയിരിക്കുന്നു. ഈ പിടിയിലായ രംഗൻ ബിശ്വ, അയാൾക്ക് മുകളിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കൊൽക്കത്തയിൽ നിന്നും പിടികൂടിയ പ്രതിയെ വിമാനമാർഗം ഇന്ന് കേരളത്തിൽ എത്തിക്കും. സൈബർ പോലീസ് രൂപീകരിക്കപ്പെട്ട ശേഷം തന്നെ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ അറസ്റ്റ് തന്നെ നടന്നിരിക്കുന്നു. അതും വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ. ആ വാർത്തയും പുറത്തു കൊണ്ടുവന്നു 24 ആയിരുന്നു. ഏതായാലും അതിൻ്റെ കൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് വലിയ തോതിൽ നൽകുന്ന ഒരു പ്രതിയെ അയാളുടെ കേന്ദ്രത്തിലെത്തി തന്നെയാണ് നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാത്രിയോടുകൂടി പ്രതിയെ കേരളത്തിൽ എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കേരളത്തിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകളിലെ മാസ്റ്റർ ബ്രെയിൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരവധി കേസുകളിൽ ഇയാൾക്ക് വരും ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതിയെയാണ് കേരള പോലീസ് ഇപ്പോൾ പിടികൂടി കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. ശ്യാമ, ഈ കൊൽക്കത്തയിലെത്തി കേരള പോലീസ് നടത്തിയ നീക്കം, അതിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഏതായാലും ഇയാളൊരു വലിയ ശൃംഖലയിലെ ഏറ്റവും പ്രധാനി തന്നെയാണ്. അപ്പോൾ ഒരു വലിയ മീനാണ്. അയാളെ പിടികൂടുക എന്നതൊട്ടും എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. കേരളത്തിൽ നിന്ന് സൈബർ പോലീസ് സംഘം കൊൽക്കത്തയിലെത്തി എങ്ങനെയാണ് അയാളെ പിടികൂടിയത്, അയാൾ എങ്ങനെ വലയിലായി എന്നതിൻ്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇയാളിലേക്ക്, രംഗൻ ബിശ്വയിലേക്ക് എത്തുന്നതിന് വേണ്ടി സൈബർ പോലീസിൻ്റെ ഒരു പ്രത്യേക ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വാഴക്കാല സ്വദേശിനിയെ കബളിപ്പിച്ച് 4 കോടി രൂപ തട്ടിയെടുത്ത പരാതി ഉയരുന്നത്. അന്ന് നമ്മൾ ആ പരാതി പുറത്തുവിട്ടപ്പോഴും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊരു സൂചനയുണ്ട് എന്ന് പോലീസ് പറഞ്ഞിരുന്നു. ഏതായാലും ഇയാൾ കൃത്യമായി എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാന വെല്ലുവിളി. കാരണം ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലാണെന്ന പ്രതീതി ഉണ്ടാക്കിയാണ് ഇയാൾ തട്ടിപ്പുകൾ നേതൃത്വം നൽകിയിരുന്നത്. പലപ്പോഴും വിദേശങ്ങളിലിരുന്ന് പോലും തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ഒരാൾ കൊൽക്കത്തയിൽ എത്തിയെന്നുള്ള വിശ്വസനീയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിൻ്റെ ഒരു സംഘം അങ്ങോട്ട് പോകുന്നത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ വലിയ പിന്തുണയുള്ള ആയുധധാരികളായ കാവൽക്കാരുള്ള ഈ രംഗൻ ബിശ്വയെ വളരെ സാഹസികമായി തന്നെ പിടികൂടി വളരെ വേഗത്തിൽ അവിടെ കോടതിയിൽ ഹാജരാക്കി പെട്ടെന്ന് തന്നെ വിമാനമാർഗം കൊണ്ടുവന്നു. കാരണം പലപ്പോഴും പോലീസിനെ അറ്റാക്ക് ചെയ്ത് പോലും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശേഷി അവിടെ തട്ടിപ്പ് സംഘങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളെ വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കുന്നത്. രാത്രി 7:30യോടുകൂടി കൊച്ചിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയുന്നത്. കേരളത്തിൽ മാത്രം ഒരുപക്ഷെ ഇയാൾ പ്രതിയാകാൻ പോകുന്ന കേസുകളുടെ എണ്ണവും റെക്കോർഡാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിയാണ് കേരള പോലീസ് അയാളുടെ സങ്കേതത്തിൽ പോയി സാഹസികമായി പിടികൂടി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു മാസ്റ്റർ ക്ലാസ് ഉദാഹരണം കൂടിയാകും ഈ രംഗൻ ബിശ്വ എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ കേരള പോലീസിന് അഭിമാനമാണ്. ഇനി മറ്റ് കേസുകൾ ഇയാളുടെ പങ്ക് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. വിജയകുമാർ, യെസ്, കേരളത്തിലെ ഡിജിറ്റൽ തട്ടിപ്പുകൾ നിയന്ത്രിച്ചിരുന്നത് ഈ രംഗൻ ബിശ്വയാണ്. കൊൽക്കത്തയിൽ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. വിമാനത്തിൽ അയാളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്, കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കാനാണ് സാധ്യത. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ 100 കണക്കിന് കേസുകളിൽ ഇയാൾ പ്രതിയാകാൻ ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. സമഗ്രമായ വിപുലമായ അന്വേഷണമാണ് ഈ പ്രതിക്ക് വേണ്ടി പോലീസ് നടത്തിയത്. കൊൽക്കത്ത സ്വദേശിയാണ് ഇയാൾക്ക് മുകളിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്ന മറ്റാരുമില്ല. ഇന്ത്യക്ക് പുറത്തുള്ള അന്താരാഷ്ട്ര ശൃംഖലയിലെ ആളുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ വളരെ നിർണായക അറസ്റ്റ് നടത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാംകുമാറാണ് ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത്, DMO ഓഫീസിലെ കസേര തർക്കത്തിൽ 2 പേരോടും മാറി നിൽക്കാൻ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഈ നിർദ്ദേശം നൽകുകയാണ്. സർക്കാർ തീരുമാനത്തെ തുടർന്ന് നടപടി. സർക്കാരിൽ പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെ 2 പേരോടും ആ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകി. വളരെ വൈകിയാണെങ്കിലും അത്തരം നിർദ്ദേശം നൽകി എന്ന വിവരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നത്. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് 24ന്റെ തലവെക്കലിലെ തട്ടിപ്പാണ് പരമ്പരയ്ക്ക് പിന്നാലെ പ്രധാന പ്രതികളെ തേടി അന്വേഷണ സംഘം ജയ്പൂരിൽ. കൊച്ചി കേന്ദ്രീകരിച്ച് തുടർച്ചയായി സൈബർ തട്ടിപ്പ് നടത്തുന്ന പ്രതികളെ പിടികൂടാനാണ് അന്വേഷണ സംഘം ജയ്പൂരിലെത്തിയത്. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് 24 നടത്തിയ ഇടപെടലുകളാണ് അന്വേഷണത്തിന്റെ വേഗം കൂട്ടിയത്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിലും അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തതിൽ നിയമ നടപടികൾ നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തിയും കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന ഓൺലൈൻ തട്ടിപ്പുകളും തട്ടിപ്പുകാരെയും കുറിച്ച് 24 തുടർച്ചയായി പ്രേക്ഷകരുടെ ശ്രദ്ധയിലെത്തിച്ചിരുന്നു. തലവെക്കലിലെ തട്ടിപ്പാണെന്ന പരമ്പരയിൽ തുടർച്ചയായ വാർത്തകൾ നൽകിയതിലൂടെയായിരുന്നു ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനായത്. കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന പ്രതികൾ ജയ്പൂരിലാണ് ഉള്ളതെന്ന വിവരവും 24 പുറത്തുവിട്ടു.
ഈ പരമ്പരയ്ക്ക് പിന്നാലെയാണ് പ്രധാന പ്രതികളെ അന്വേഷിച്ച് പോലീസ് സംഘം ജയ്പൂരിലെത്തിയത്. സ്ഥിരമായി മലയാളികളെ കൊള്ളയടിക്കുന്ന ഓൺലൈൻ ക്രിമിനലുകളെ പിടികൂടുകയാണ് പ്രധാന ലക്ഷ്യം. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും അതിൽ പ്രധാന കൈമാറ്റങ്ങൾ ജയ്പൂരിൽ നടക്കുകയും ചെയ്യുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന പ്രതികളിൽ ഒരാളെയെങ്കിലും പിടികൂടാനായാൽ മറ്റ് കേസുകളുടെ അന്വേഷണത്തിലും അത് സഹായമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. 24 കൊച്ചി. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമല നട ഇന്നടയ്ക്കുമെന്ന വ്യാജ പ്രചാരണത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാതി നൽകി. 2 വർഷം മുൻപുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചത്. അതേസമയം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. 1,06,000 തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. ദേവസ്വം മന്ത്രി VN വാസവൻ ഘോഷയാത്രയെ അനുഗമിക്കും. വൈകിട്ട് 6-ന് സന്നിധാനത്ത്, 6:30-യോടെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തിരക്കുയർന്നതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗിലും സ്പോട്ട് ബുക്കിംഗിലും നാളെയും മറ്റന്നാളും നിയന്ത്രണമുണ്ട്. എന്നാൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ തടയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മണ്ഡലപൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 26-ന് രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് തുറക്കുക 30-ന് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി. ശബരിമല നട ഇന്നടയ്ക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതൊരു വ്യാജ പ്രചരണമാണ്. അതൊക്കെ സത്യത്തിൽ വേറെ ചില താല്പര്യങ്ങളാണ്. അപ്പോൾ ചുമ്മാ കയറി വരില്ല. ഏതെങ്കിലും ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ, അതിലൊരു പ്രസ്ഥാനമോ സംഘടനയോ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തും പറയാമല്ലോ. അത് സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പ്രളയശേഷം നിർത്തിവെച്ച പമ്പാ സംഗമം പുനരാരംഭിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ജനുവരി 12-നാണ് സംഗമം നടത്തുക. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തിരുവനന്തപുരത്ത് റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച ഓടയിൽ വീണ് വയോധികയ്ക്ക് പരിക്ക്. പുല്ലന്തേരി സ്വദേശി ലീലയാണ് അപകടത്തിൽപ്പെട്ടത്. അമരവിള കാരക്കോണം റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച ഓടയിൽ വീണാണ് അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഓടയ്ക്ക് മൂടിയോ സമീപത്ത് സൂചനാ ബോർഡുകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് പരാതി. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.